തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ മുറിവുകളുമായി പുഷ്പ രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പുഷ്പയെ 10 റൗണ്ട് വെടിവെക്കുകയും അയാൾക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റതായും സംശയിക്കുന്നു. ശേഷാചലം കാടുകളിൽ പുഷ്പയ്ക്ക് വേണ്ടിയുള്ള കൂമിംഗ് ഓപ്പറേഷൻ തുടരുന്നു. ബാദ്രപേട്ട കുന്നുകളിൽ പുഷ്പയെ തിരയുകയായിരുന്ന പോലീസ് ടീമിന് അവിടെ നിന്ന് കിട്ടിയ ഷർട്ടിൽ രക്തക്കറയോടൊപ്പം 8 ബുള്ളറ്റുകളുടെ പാടുകളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സെർച്ച് ടീമിന് കിട്ടിയത്. പുഷ്പ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയെ തുടർന്ന് ചിറ്റൂർ, തിരുപ്പതി പ്രദേശങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുള്ളത് അന്നമയ സർക്കിളിലാണ്. പുഷ്പയെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങി അക്രമാസക്തരാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 വെടിയുണ്ടകൾ. അത്രയും പരിക്കുകളോടെ ഒരു മനുഷ്യന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. പോലീസ് ഇത് പുഷ്പയെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. പുഷ്പ കള്ളക്കടത്ത് നടത്തി പണം